പിണറായിയുടെ എച്ചിൽ നിൽക്കുന്ന കാക്കിയിട്ട ഒരു SHO, ആ SHO വന്ന് ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാൻ നോക്കുവാണ്. അവൻ പറയണടുത്ത് ഞങ്ങൾ സമരം നടത്തണം, അവൻ പറയണടുത്ത് ഞങ്ങൾ തുടങ്ങണം, അവൻ പറയണടുത്ത് ഞങ്ങൾ തീർക്കണം. എടോ SHO, അതൊക്കെ അങ്ങ് പിണറായിയുടെ വാരാട്ടികളുണ്ടല്ലോ, DYFI, അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഞങ്ങളെ എടുത്തിട്ട് വേണ്ട. എന്നിട്ട് അവൻ എടോ പോടോ വിളി, അവന് അടിച്ചങ്ങ് ശരിയാക്കും. അടിക്കാനിങ്ങ് വാടോ, അടി ഒരുപാട് കണ്ടതാ, അടി ഒരുപാട് കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ സമരത്തിൽ നിന്നൊന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല. ഈ സമരം ഇത് നാടിനു വേണ്ടിയിട്ടുള്ള സമരമാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ 14 റീൽസ്, ഈ മലപ്പുറം ജില്ലയിലൂടെ 14 റീൽസ് എടുത്തു കേരളത്തിലെ PWD വകുപ്പ് മന്ത്രി, 3 റീൽസ് എടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി. ഈ റോഡ് പൊളിഞ്ഞതിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം ഈ PWD മന്ത്രിയോ ഈ മുഖ്യമന്ത്രിയോ ഈ റോഡിന്റെ 7 അയൽവക്കത്ത് വന്നിട്ടുണ്ടോ? ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ റോഡിന്റെ 7 അയൽവക്കത്ത് വന്നിട്ടുണ്ടോ? അതും മാത്രമല്ല, PWD മന്ത്രി പറഞ്ഞെന്താ, ഞാനും PWDയുടെ ടീമും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഞങ്ങളെല്ലാം ഒന്നിച്ച് എല്ലാ ആഴ്ചയും ചെന്ന് ഇൻസ്പെക്ഷൻ നടത്തുമെന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ റോഡിലെല്ലാം പോകും, ഇൻസ്പെക്ഷൻ നടത്തും, റോഡിന്റെ പണി ശരിയായ വിധത്തിലാണോ എന്നറിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശരിയായ വിധത്തിലാണോ എന്നറിഞ്ഞ് റോഡിൽ ഇൻസ്പെക്ഷൻ നടത്തി കേരളത്തിലെ PWD വകുപ്പ് മന്ത്രി റീൽസും എടുത്ത് ക്രെഡിറ്റ് അടിക്കാൻ നിന്നിട്ട് ഇന്ന് ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞപ്പോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മന്ത്രിക്ക് കഴിയാത്തത് എന്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ? നിങ്ങൾ പറ. യൂത്ത് കോൺഗ്രസ് എന്നുള്ളൊരു യുവജന സംഘടന ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ? കഴിഞ്ഞ ദിവസം തന്നെ കൂരിയാണ്, ഒരു അല്പം കൂടി മാറിയായിരുന്നെങ്കിൽ 3 ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. 2 കാറുകൾ, ആ 2 കാറുകളുടെ മേലേട്ടാണ് ആ പാലം ഇടിഞ്ഞു വീഴുന്നത്. കാഞ്ഞങ്ങാടുത്ത് തന്നെ സംഭവം ഉണ്ടായി. ഈ മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ സംഭവം ഉണ്ടായി. ഇപ്പൊ ഏതായാലും ക്രെഡിറ്റ് ആരുമില്ല, ക്രെഡിറ്റ് അടിച്ചവർ ആരുമില്ല.